പോയിന് എന്തിനപ്പ കഴിച്ചിന് കുഞ്ഞാളൻ്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന് എവിടെനപ്പ പോയിന് എന്തിനപ്പ കഴിച്ചിന്. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മൺകലത്തിലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായി ഇറച്ചി കഷ്ണങ്ങൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. ഇറച്ചി കഷ്ണങ്ങൾ എല്ലാം കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഏകദേശം ഒരു 90% വേവ് ആവുന്നതുവരെ ഒന്ന് വേവിക്കുക. ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ ഫ്രൈ ചെയ്ത ഉള്ളി തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ചൂടായ എണ്ണയിലേക്ക് 1 ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ അതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഉള്ളി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള റൈസ് തയ്യാറാക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് വറന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കിലോയുടെ അടുത്ത് അരിയാണ് ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അരി ഇടുന്നതിനായി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/4 മണിക്കൂർ കുതിർത്താണ് ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരി മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം 90% വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് കൂടുതൽ വെന്ത് പോകരുത്. ഇനി നമുക്ക് ഇത് ദമ്മിലൊക്കെ കിടക്കാനുള്ളതാണ്. ഇപ്പോൾ തന്നെ നന്നായി വെന്ത് പോയാൽ ദമ്മിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ചോറൊക്കെ പൊടിഞ്ഞു പോവും. ഇതുപോലുള്ള ഒരു മൺകലത്തിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവാള ഒന്ന് വഴന്നു വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, 2-3 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ വെള്ളത്തോട് കൂടെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബീഫൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിടാം. അതിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇറച്ചിയുടെ മുകളിലേക്ക് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് മല്ലിയില, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ഉള്ളി ഫ്രൈ ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായി വീണ്ടും ഒരു ലെയർ ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. ചോറ് ഒരു ലെയർ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മല്ലിയില, ക്യാരറ്റ് അരിഞ്ഞത്, ഉള്ളി ഫ്രൈ ചെയ്തത് എന്നിവയും ചേർത്ത് കൊടുക്കുക. ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നതിന് ഈ ഇല ഒരു 2-3 കഷ്ണങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കായി ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് രമ്പയില എന്നാണ് പേര് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ലെയർ കൂടി ചോറ് ഇതിന് മുകളിലേക്കായി ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മുകളിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി RKG അല്ലെങ്കിൽ മിൽമ നെയ്യ് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആവി പുറത്തു പോകാതിരിക്കാൻ ഇതുപോലെ മൈദ മാവ് കൊണ്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇത് തയ്യാറാക്കുവാൻ മൈദ മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മൈദ മാവ് എല്ലായിടത്തും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മൂടിയുടെ മുകളിലേക്കായി കുറച്ച് കനൽ ചേർത്ത് കൊടുക്കുക. മിനിമം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ദമ്മിൽ കിടക്കണം. എന്നാലാണ് ബിരിയാണിക്ക് ആ യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ. നമ്മുടെ ബിരിയാണി ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ മൂടി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൈസ് വേറെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. റൈസ് എല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.